അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മധുര ടൗണിനടുത്തുള്ള സമ്മാട്ടിപ്പുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്കൊരു പള്ളി കാണാം. ഈ പള്ളിയിൽ വലിയൊരു മഹാൻ്റെ ദർഗയുണ്ട്. മഹാനായ മരുതനായകം റഹ്മത്തുള്ളാഹി അലൈഹി ഷഹീദാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ട് ഷഹീദായി മരണപ്പെട്ട വലിയൊരു മഹാനാണ് മരുതനായകം റഹ്മത്തുള്ളാഹി അലൈഹി. ഈ പള്ളിയിലാണ് മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തൊക്കെ നമുക്ക് കേൾക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര. അൽ സിയാറ, ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. ഇത് പള്ളിയാണ്. പള്ളിയോട് ചാരിട്ട് തന്നെയാണ് മക്കാമുള്ളത്. ദർഗക്ക് മുമ്പ് കൂടെ തന്നെ വേറെ വഴിയുണ്ട്, പക്ഷെ അത് അടച്ചിട്ടാണുള്ളത്. കാരണം വൈകിട്ട് 5 മണിക്കാണ് മക്കാമ് തുറക്കുള്ളൂ. അപ്പോൾ നമുക്ക് പള്ളിയുടെ ഉള്ളിൽ നിന്ന് മക്കാമ് കാണാം. മരുതനായകം റഹ്മത്തുള്ളാഹി അലൈഹി. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്. അസ്സലാമു അലൈക്കും യാ ശുഹദാ അല്ലാഹ്. വലിയ മഹാനാണ്. മഹാൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയപ്പോൾ 3 വട്ടം തൂക്കിലേറ്റി. അപ്പോൾ ആദ്യത്തെ രണ്ട് പ്രാവശ്യവും തൂക്കിലേറ്റിയപ്പോൾ മഹാനവറുകൾ ഷഹീദായില്ല, മരണപ്പെട്ടില്ല. മഹാനവറുകൾ പറഞ്ഞു അത്ര, എൻ്റെ അനുമതി ഇല്ലാതെ എൻ്റെ റൂഹിനെ പിടിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ മഹാനവറുകളുടെ അനുമതിയോടുകൂടെ 3ാമത്തെ വട്ടം തൂക്കിലേറ്റിയപ്പോഴാണ് മഹാനവറുകൾ വഫാത്തായതെന്നാണ്. അങ്ങനെ വഫാത്തായതിന് ശേഷവും മഹാനവറുകളെ ഈ തൂക്കിലേറ്റിയ ആ ഉദ്യോഗസ്ഥർ കണ്ടപ്പോൾ അവർ സ്വപ്നത്തിൽ മഹാനവറുകൾ കാണുകയും മഹാനവറുകൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ പോയി പേടിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ വീണ്ടും ഈ ഖബർ വീണ്ടും തുറന്ന് ആ ഒരു ദേഷ്യത്തിൽ മഹാനവറുകളുടെ ശരീരങ്ങൾ കഷ്ണങ്ങളാക്കി പല ഭാഗത്തേക്കാണ് ഇപ്പോൾ മഹാനവറുകളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടെ മഹാനവറുകളുടെ ശിരസ്സാണ്. അങ്ങനെ വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെയൊക്കെ ഒരുപാട് ആളുകൾ, ഈ പരിസരത്തുള്ള എല്ലാ ആളുകളും, അധികം ആളുകളും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഇവിടെ വരാറുണ്ടെന്ന്, ഇവിടെ സിയാറത്ത് ചെയ്ത് പ്രത്യേകം ദുആ ചെയ്യാറൊക്കെയുണ്ടെന്നാണ് ഇവിടുത്തെ ഉസ്താദ് പറഞ്ഞത്. അല്ലാഹു തആല ഈ മഹാൻ്റെ ദറജകൾ ഏറ്റിക്കൊടുക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. ഇവിടുത്തെ ഉസ്താദ് ഒരു മിസ്ബാഹി ഉസ്താദാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഈ മഹാനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഓക്കെ. മഹാൻ്റെ ഹിസ്റ്ററി അല്ലേ? ഓക്കെ. മിസ്ബാഹി സ്വദേശം മധുര. ഇത് ദർഗ ആരുടെ? ദർഗ മുഹമ്മദ് യൂസുഫ് ഖാൻ സാഹിബ് மருதநாயகம் உங்கள் பேர். அவர் யார் அப்படின்னா பிரிட்டிஷ் காலத்தில் 1778 77 அந்த மாதிரி வருஷத்தில் 1778 நல்லா பிரிட்டிஷில் இராணுவத்தில் பணியாற்றி இல்லையா, ராத்திரி பணியாற்றும் போது பிரிட்டிஷ் ஆயுதத்தை வாங்கி பிரிட்டிஷ்காரனுக்கு எதிராகவே என்ன செஞ்சு போரிட்டது. சுதந்திர போராட்ட தியாகி. இப்போ காந்தி, நேதாஜி அது மாதிரி ஒரு தியாகி, சுதந்திர சமயத்தில் தியாகி. இப்போ பிரிட்டிஷ்கார் என்ன செஞ்சுன்னா, இங்கே மதுரையில் கவர்னராக இருந்துச்சு. யார்? பிரிட்டிஷ்காரன் காலத்தில். அவ்வளோ பவர்ஃபுல் மேன். இது படையெடுத்து போச்சுன்னா தோல்வி இல்லை, எல்லாம் வெற்றி ஜெயம். அவ்வளோ மாவீரன். அப்போ பிரிட்டிஷ் ஒரு கட்டத்தில் அவனை கைது பண்ணி இவட தூக்கில் போட்டுச்சு. பிரிட்டிஷ் தூக்கில் போட்டப்போ 3 தடவை தூக்கில் போட்டு மறிக்கலை. அப்புறம் அது பறந்துச்சு. என்னுடைய உயிர் கூட என்னுடைய அனுமதி இல்லாமல் என்ன செய்யக்கூடாது, போகக்கூடாதுன்னு சொல்லி அப்புறம் 3ஆவது தடவை மறித்து அடக்கம் பண்ணியாச்சு. அடக்கம் பண்ண பின்னாடி பிரிட்டிஷ்காரனுடைய கனவுல போய் மிரட்டி, கனவு கண்டு யூசுப் கான் திரும்ப முகமது யூசுப் போய் அடிக்கிற மாதிரி
அவன் பயந்து போய் பிரிட்டிஷ் அடக்கம் பண்ண பின்னாடி தோண்டி எடுத்து தலை கால் கை துண்டு துண்டாக எடுத்து இது முண்டம் மட்டும் இவிட உண்டு. ഏത് മുണ്ടം மட்டும் இவோட உண்டு. ബാക്കിയുള്ളതൊക്കെ தலை திருச்சியில் இருக்கு. திருச்சியில் கால் வந்து பெரிய குளத்தில் இருக்கு. அவட பஸ் ஸ்டாண்டில் பெரிய குளம் பழைய பஸ் ஸ்டாண்டில் பெரிய பள்ளி வழுது பள்ளி உண்டு. அந்த பள்ளியில் பேர் கான்சாஹிப் பள்ளி, மருதநாயம் கான்சாஹிப் பள்ளி, பெரிய பள்ளி. தலை திருச்சி, கால் வந்து இவிட ப்ளஸ் கை ரெண்டும் இவிட பாளையங்கோட்டையில் இருக்கு. திருநெல்வேலி பெரிய ஹிஸ்ட்ரி வரலாறு உண்டு. சுதந்திர போராட்ட தியாகி ஷஹீத். இப்போ வந்து 5 மணி சாயந்தரம் 5 மணி நைட்டு 9 மணி வரை இவிட எல்லாரும் வந்து துவா படிக்கும். இந்து முஸ்லீம் கிறிஸ்டின் எல்லா மதத்துக்காரும் இவிட வரும், வந்து துவா ஓதிட்டு போவோம். சரியாயிடுச்சா உங்கள் பேர் إلى حضرة حبيبنا وسيدنا وهادينا ومصطفانا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة حبيبنا وسيدنا ومصطفانا محمد صلى الله عليه وسلم. اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين. اللهم وإلى حضرات أصحابه البدريين كلهم يا ذا الجلال والإكرام، خصوصا وإلى حضرة من دفن في هذا المقبرة المعظمة يا ذا الجلال والإكرام. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. اللهم بحقهم وبجائهم. اللهم رب يسر عسيرنا وسهل أمورنا وأد ديوننا وقض هوائجنا واشف أمراضنا وأمراض مرضانا وطول أعمارنا وأعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلا يا ذا الجلال والإكرام. رحمن رحيم مايا അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ ഈ സിയാറത്തുകളൊക്കെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളോതിയ പരിശുദ്ധമായ ഖുർആനു ശരീഫിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിൻ്റെ എല്ലാം മിസ്ല സവാബിനെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാന്റെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അല്ലാഹ്. ഇവിടുത്തെ സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായ ഞങ്ങൾക്കും
ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, മഹാന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. പടച്ചവൻ എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട്, മാരകമായ രോഗങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ് അല്ലാ, ചെറുതും വലുതുമായ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ. എല്ലാം ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ മക്കൾ, ഭാര്യമാർ, കുടുംബം എല്ലാവർക്കും പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ഖൈറായ ഉദ്ദേശങ്ങളുണ്ട് അല്ലാ. പ്രത്യേകിച്ച് അൽ സിയാറ ചാനലിലെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ ആവശ്യങ്ങൾ എഴുതി അയച്ചിട്ടുണ്ട് റഹ്മാനെ. പലരും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലാ, അവരുടെയും ഞങ്ങളുടെയും എല്ലാം ഖൈറായ ഉദ്ദേശങ്ങൾ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ സയ്യിദ് ഫഖറുദ്ദീൻ ഷാ വലിയുല്ലാഹി റഹ്മത്തുള്ളാ അവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഹാസുലാക്കി തരണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്കൊക്കെയും മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജും ഉംറയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാനുള്ള തൗഫീഖും ആഫിയത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. സ്വന്തമായി കയറി കിടക്കാൻ വീടില്ലാത്തവരുണ്ട്, നല്ല ബറക്കത്തുള്ള വീട് നൽകണേ അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടിൽ തീർക്കാനുള്ള വഴികളെ നീ തുറക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളാരെയും എവിടെയും പരാജയപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും ആഫിയത്തോടെ, റാഹത്തോടെ, സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على السلام عليكم يا ولي الله.